ഒമാനിലെ രണ്ടിടങ്ങളിലുണ്ടായ വാഹനാപകടങ്ങളിൽ 5 പേർക്ക് ജീവൻ നഷ്ടമായി. ദാഹിറ ഗവർണറേറ്റിലെ ഇബ്രി വിലായത്തിലുണ്ടായ വാഹനാപകടത്തിൽ 3ഉം, ദോഫാറിലെ തുംറൈത്തിന് സമീപമുള്ള ഹൈവേയിലുണ്ടായ വാഹനാപകടത്തിൽ 2 പേരും മരിച്ചു. ഇബ്രിയിലുണ്ടായ വാഹനാപകടത്തിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഞായറാഴ്ച രാവിലെ ഇബ്രിയിലെ അൽ റഹബ പ്രദേശത്ത് ട്രക്കുകൾ കൂട്ടിയിടിച്ചായിരുന്നു അപകടം. ഗവർണറേറ്റിലെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയിലെ അംഗങ്ങളെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. അപകടത്തിൽപ്പെട്ടവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. പരിക്കേറ്റയാളെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൂട്ടിയിടിയിൽ ട്രക്കുകളുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. ദോഫാറിലുണ്ടായ വാഹനാപകടത്തിൽ ഒമാൻ സ്വദേശിയും UAE പൗരനുമാണ് മരിച്ചത്. ശനിയാഴ്ചയാണ് സംഭവം. അമിത വേഗതയിൽ സഞ്ചരിച്ചിരുന്ന വാഹനങ്ങൾ കൂട്ടിയിടിക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. ഒമാനി പൗരന്റെ മൃതദേഹം സലാലയിലെ സുൽത്താൻ ഖാബൂസ് ആശുപത്രിയിൽ നിന്ന് വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ ലിവയിലേക്ക് റോയൽ ഒമാൻ പോലീസ് ഏവിയേഷന്റെ നേതൃത്വത്തിൽ കൊണ്ടുപോയി. ഖരീഫ് സീസണായതോടെ സുൽത്താൻ സയ്യിദ് ബിൻ തൈമൂർ റോഡിൽ വാഹനാപകടങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. ദിവസങ്ങൾക്ക് മുൻപ് നടന്ന വിവിധ അപകടങ്ങളിലായി 5 പേരുടെ ജീവൻ പൊലിഞ്ഞിരുന്നു. ഗൾഫ് മാധ്യമം, മസ്കത്ത്.